രമ്യ രാവിലെ AC ഒക്കെ കൊണ്ടുവരുന്ന കണ്ടു. ഫിറ്റ് ചെയ്തോ? അത് പറയാനാ വിളിച്ചത്. സത്യം പറഞ്ഞാ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതാ. അല്ലെങ്കിൽ വീട് തന്നെ സെൻട്രലൈസ് AC ആക്കിയല്ലേ. വിശ്വൻ സാർ സ്ഥലത്തില്ലല്ലേ? പക്ഷെ അളിയെ സമ്മതിച്ചു. രമ്യയുടെ കുട്ടി AC ഒന്നുമില്ലല്ലേ? ഇനി ബോറടിക്കുമ്പോ വീട്ടിലേക്ക് വന്നാൽ മതി. സജിച്ചിക്ക് ഒരു കൂട്ടാവുമല്ലോ. AC വെച്ചതിന് ശേഷം സജിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ. നല്ല ചൂടാണ് കൂട്ടുന്ന തണുപ്പ്. AC എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. നല്ല കുഞ്ഞെ അപ്പുറത്തെ AC നന്നാക്കി. എന്നെ കണ്ടു അയ്യോ അല്ല കൊഞ്ഞനം കുത്തുന്നല്ലേ ചേച്ചി. കുളിര് കൂടി പോയിന്നോണ്ട് അങ്ങനെ ആയി പോന്നതാ. പുറത്തിറങ്ങി ഭയങ്കര ചൂട്. തണുപ്പുള്ള ചുളികളാന്ന് എനിക്ക് തണുപ്പടിക്കണ്ട. എനിക്ക് വലിയ ഉളവ്. ഞാൻ ഈ വെളിയിൽ പോയി നിൽക്കാം. മാറുപോലെ കേക്കട്ടെ. തണുപ്പാണില്ല. തണുക്കുന്നു. തണുക്കാൻ വേണ്ടിയില്ല നേരട്ടാ ഇട്ടിരിക്കുന്നേ. കുറച്ചു നേരത്തേക്ക് നോക്കിയോ? ഞാൻ ചത്തു. മെക്കാനിക്ക് പറഞ്ഞ എന്താ തുടർച്ചയായിട്ട് കുറെ നേരം ഉപയോഗിക്കണമെന്നാ. കുറെ നേരം കഴിയുമ്പോ ഞാൻ ഉണ്ടാവില്ല. ആ ശബ്ദം അതാണ് AC-യുടെ ഒരു സുഖം. ആ മുരൾച്ച. എന്താ എന്താ ശബ്ദം പോയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇതൊക്കെ ഒരു അവസ്ഥ മാറും പോലെ. അതിനൊക്കെ ഒരു സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ തലവഴി മൂടിക്കിടന്ന്. എപ്പോഴെങ്കിലും പ്രശ്നമാവുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നോ? ഡോക്ടറെ കാണണം. അയ്യോ.